ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ലോക ചാപ്റ്റർ 1 ചന്ദ്ര 31 ദിനത്തിലേക്ക് കടക്കുകയാണ്. 5ാം വാരത്തിലേക്ക് കടക്കുന്ന സിനിമയ്ക്ക് 275 മുകളിലുള്ള സ്ക്രീനുകളാണുള്ളത്. ഈ ഒരു ശനിയാഴ്ചയും സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള കളക്ഷനാണ് തുടക്കം തന്നെ കാണാൻ കഴിയുന്നത്. ഇന്ന് സിനിമ 1 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്തിരിക്കുകയാണ്. 30ാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. അതിന് മുന്നോടിയായി നമ്മൾ മറ്റു കുറച്ച് ഡീറ്റെയിൽസ് കൂടെ ഈ ഒരു സിനിമയിൽ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. 24 മണിക്കൂറിൽ വിറ്റുപോയ ടിക്കറ്റുകൾ, തുടരും ലോകയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ, അതേപോലെ തന്നെ ഇനി വരുന്ന ഹോളിഡേയ്സ്, അങ്ങനെ ചെന്നൈ നൈറ്റ് ഷോ, ഇങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് ആണ്. അതിന് മുന്നോടിയായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് 60,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതാണ്. ഇപ്പോൾ 30ാം ദിനത്തെ കളക്ഷൻ വെച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതുവരെ 886 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 35,600ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോയതായി ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. സിനിമയ്ക്ക് വ്യാഴാഴ്ചത്തേക്കാൾ കൂടുതൽ കളക്ഷനാണ് പുറത്തു വന്നിരിക്കുന്നത്. 57,86,000 രൂപയോളമാണ് വന്നിരിക്കുന്നത്. ഇതേസമയം വ്യാഴാഴ്ച ദിനത്തിൽ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് 52,88,000 രൂപയോളമാണ്. അതായത് വ്യാഴാഴ്ച മാത്രം സിനിമ നേടിയത് 65 ലക്ഷം രൂപയ്ക്ക് മുകളിലെന്നുള്ളതാണ് സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ. അങ്ങനെ വരുമ്പോൾ വെള്ളിയാഴ്ച സിനിമ 75 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് വരുന്നു. അതായത് സ്ഥിരമായിട്ട് വർക്കിംഗ് ഡേയ്സിൽ സിനിമയ്ക്ക് ആവറേജ് 70 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് എന്നുള്ളതാണ്. ഇനിയും ഒരു ഹോളിഡേയിലേക്ക് കടക്കുകയാണ് ശനി ഞായർ ദിനങ്ങൾ. അത് കഴിഞ്ഞാൽ തന്നെ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ഹോളിഡേ 7ഓളം ദിനങ്ങളാണ് സിനിമയ്ക്ക് ഹോളിഡേയായി അടുത്ത 10 ദിനങ്ങളിൽ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള കളക്ഷൻ പ്രതീക്ഷിക്കുക കൂടെ ചെയ്യുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിൽ സിനിമയ്ക്ക് വിറ്റുപോയത് 32.46K ടിക്കറ്റുകളായിരുന്നു. ലോകയും തുടരും തമ്മിലുള്ള 30ാം ദിനവും 31ാം ദിനത്തെയും നമുക്കൊന്ന് നോക്കാം. തുടരും 30ാം ദിനത്തിൽ 57,38,000 രൂപയാണ് കളക്ഷനായി വന്നത്. അതേസമയം അതൊരു ശനിയാഴ്ച കൂടിയായിരുന്നു. ലോക ചാപ്റ്റർ 1ന് വെള്ളിയാഴ്ച ദിനം 30ാം ദിനത്തെ കളക്ഷനായി വന്നത് 57,86,000 രൂപയായിരുന്നു. 31ാം ദിനം ഒരു ഞായറാഴ്ചയായിരുന്നു തുടരുമെന്ന ചിത്രത്തിന്. അന്ന് സിനിമ നേടിയത് 88,78,000 രൂപയായിരുന്നു. ലോകയ്ക്ക് ശനിയാഴ്ചയാണ് ഈ ഒരു 31ാം ദിനം. ഇന്ന് സിനിമ 1 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പിക്കുകയും ചെയ്യുകയാണ്. 5ാം വാരത്തിലേക്ക് എത്തിയിരിക്കുന്ന ഈ ഒരു സിനിമയ്ക്ക് 275 മുകളിലുള്ള സ്ക്രീനുകളാണ് ലഭിച്ചിരിക്കുന്നത്. 7 ദിനത്തെ ഹോളിഡേയാണ് ഇക്കുറി ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള ഒരു മതിപ്പുണ്ടാകും. അതുകൂടാതെ വലിയ രീതിയിൽ കളക്ഷൻ കൂടാനുള്ള ചാൻസുകളും ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഈ 7 ദിനം സിനിമയ്ക്ക് നിർണായകരമായി മാറുകയാണ്. ഒരുപക്ഷെ ഈ സിനിമ തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പോലും ചിന്തിച്ചിരുന്നില്ല. ചെന്നൈയിൽ നൈറ്റ് ഷോസ് നമുക്ക് കാണാൻ കഴിയുന്നു. റെഡ് അലേർട്ട് തന്നെയാണ് 30ാം ദിനം കാണുന്നത്. സ്റ്റഡി കളക്ഷനാണ് ചെന്നൈയിൽ നിന്ന് വന്നത്. കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും വർക്കിംഗ് ഡേയ്സിൽ ആവറേജ് 15 ലക്ഷം രൂപയോളമാണ് വന്നത്. ഇന്ന് വെള്ളിയാഴ്ച ദിനത്തിലും നമുക്ക് കാണാൻ കഴിയുന്നു ഏകദേശം 18 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ചെന്നൈ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി നേടാൻ കഴിഞ്ഞത്. അതായത് 1 കോടിയോളം രൂപയാണ് സിനിമയ്ക്ക് വർക്കിംഗ് ഡേയ്സിലൂടെ മാത്രം നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. ശനി ഞായർ ദിനങ്ങളിൽ സിനിമ 50 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് നേടുമെന്നുള്ളതും ഉറപ്പിക്കാം എന്നുള്ള കാര്യമാണ്. ഇനി തുടരും എന്ന ചിത്രമാണ് ഏറ്റവും കൂടുതൽ ഷോ കൗണ്ടുള്ള ചിത്രം. 47,000 മുകളിലുള്ള ഷോ കൗണ്ടുകളാണ് സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. അത് തകർക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റുകൾ. 50,000 മുകളിലുള്ള ഷോകൾ ഈ ഒരു സിനിമയ്ക്ക് വരുമെന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യങ്ങളും. GCCയിൽ സിനിമ റെക്കോർഡ് ഇട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇതിനോടകം തന്നെ 5 ലക്ഷം ഫുട്ഫോൾസ് ആണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. തൊട്ട് മുന്നിൽ നിൽക്കുന്നത് എമ്പുരാൻ മാത്രമാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ സിനിമ 30 ദിനം കൊണ്ട് എത്ര കളക്ട് ചെയ്തു എന്നുള്ള ഡീറ്റെയിലേക്കൊക്കെ നമുക്ക് കടന്നു വരാം. 30 ദിനം കൊണ്ട് സിനിമയ്ക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതുവരെ വന്നിരിക്കുന്ന കണക്കുകൾ പ്രകാരം 108,75,00,000 രൂപയോളമാണ്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 282,50,00,000 രൂപ കടന്നിരിക്കുകയാണ്. അതായത് ഈ ഒരു 300 കോടിയിലേക്ക് എത്താൻ ഏകദേശം സിനിമയ്ക്ക് 17.5 കോടി കൂടിയാണ് വേണ്ടത്. കേരളത്തിൽ നമുക്ക് ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാനായിട്ട് ഏകദേശം 10 കോടി കൂടിയാണ് ബാക്കിയായി വേണ്ടിയിരിക്കുന്നത്. എന്താണെങ്കിലും ഈ വരുന്ന 7 ദിനങ്ങൾ കൊണ്ട് സിനിമ ഏറെക്കുറെ അത് കവർ ചെയ്യുമെന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഈ വരുന്ന ദിനങ്ങളിൽ 7 ദിനത്തെ അവധിയും ഈ വരുന്ന ദിനങ്ങളും എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്രയായിരിക്കും സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് നിങ്ങൾക്ക് ഒന്ന് പ്രവചിക്കാമോ? നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഇവിടെ